അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നാളെ ആക്കുളം പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ വണ്ടി കിടന്നൊരു ചേച്ചി അനിയത്തിയും കൂടെ നല്ല പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എത്ര നേരത്തേക്കാണെന്ന് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ രണ്ടും കൂടെ പൊരിഞ്ഞടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ യാത്ര പോകുന്നുണ്ടുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാമചന്ദ്രനിലാട്ടോ ഇറങ്ങിയത്. അവിടെ നിന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ചുമ്മാതെ പോവല്ലേ. അപ്പോഴാണ് എന്നെയും കാട്ടി മുമ്പേ ദേണ്ട കയറിപ്പോണു എൻ്റെ തനൂസ്. പിന്നെ അവിടെ നേരെ കയറി മോക്കുള്ളൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ബർത്ത്ഡേ കേൾ. ഡെക്കറേഷനൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. പിള്ളേർ തന്നെയാണ് സെറ്റ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബലൂണൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന കാണാം. അപ്പോൾ കേക്ക് മുറിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ കേക്ക് മുറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കട്ടിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് കാര്യം പറയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ 2-3 ദിവസമായി കേട്ടോ എത്തിയിട്ട്. ഇവളെ അനിയത്തിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് കേട്ടോ തനൂസ് ഈ പാവേനെ കണ്ടത്. അപ്പോൾ അവൾക്ക് അതൊന്ന് വേണമെന്നുള്ളൊരു ഇതായി. അപ്പം ഞാനത് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കിട്ടിയോണ്ട് വലിയ ശല്യമില്ലായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ അതിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മോക്ക് അത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് കുട്ടി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബർത്ത്ഡേ കേൾ. കുട്ടിയുടെ പേര് ബദ്രി എന്നാണ് കേട്ടോ. മോക്ക് കിട്ടിയൊരു സൈക്കിളാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. അതിൽ ലൈറ്റൊക്കെ കത്തും കേട്ടോ. അപ്പോൾ അത് കത്തുന്നതുകൊണ്ട് അവളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്തോ ഒരു ആകാംക്ഷ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങ് ചേച്ചിയുടെ ഉള്ളിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്ന പാടെ ജോലിക്ക് ഏതാണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ വേറെ 2 ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്ന്. ആ പറഞ്ഞ ഗസ്റ്റാണ് കേട്ടോ ഇത്. ആരോ കൊണ്ട് കളഞ്ഞതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മോള് പോയി എടുത്തിട്ട് വന്ന കേട്ടോ. 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. തനൂസിന് കണ്ടപ്പോഴേ അതിനെ ഒന്ന് പിടിക്കണോ എടുക്കണമെന്നൊക്കെ ആയി. പിന്നെ അവളെ കയ്യിൽ കൊടുത്തു കേട്ടോ കുറച്ച് നേരത്തേക്ക്. അടുത്ത ആൾ താണ്ട ഇതാണ് കേട്ടോ. നല്ല പാവക്കുട്ടി പോലെ ഇരിക്കുന്നത് കേട്ടോ. എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ തനൂസ് ഇതിൻ്റെ പുറക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിനെ വെറുതെ വിടുന്നതേ ഇല്ലായിരുന്നു. അത് ഓടിപ്പോവും. അവൾ അതിൻ്റെ കൂടെ പോയി അതിനെ എടുത്തിട്ട് വരും കേട്ടോ. അങ്ങനെ അതിന് ഭയങ്കര ശല്യമായിട്ട് തോന്നി. അപ്പോൾ ഒരാളിവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അവളെ പേടിച്ചിട്ട്. നല്ല 2 പട്ടിക്കുട്ടികളായിരുന്നു കേട്ടോ. 2 പെണ്ണാണ് കേട്ടോ. അങ്ങനെ അവർ നല്ല അടിപൊളിയായിട്ടോ കേട്ടോ അപ്പോൾ അതിനെ നോക്കുന്നത്. അങ്ങനെ ഞാനും കുറച്ച് നേരമൊക്കെ എടുത്ത് കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ രാവിലെ പോകണം. അപ്പോൾ രാവിലെ എണീച്ച് വന്നപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി മഞ്ഞായിരുന്നു കേട്ടോ. സത്യം പറയാല്ല. കഴക്കൂട്ടത്താണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ആയതേ അറിഞ്ഞിട്ടില്ലായിരുന്നു. പോകാനേ തോന്നൂല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഇങ്ങ് താഴോട്ട് വന്നു കേട്ടോ. ഞങ്ങൾ പോകാൻ റെഡിയായി. അപ്പോൾ എത്തിയപ്പോഴാണ് താഴെ ജോലി ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പേരും ഞങ്ങളെ കണ്ടപ്പോഴേ ഓടി വരികയാണ് കേട്ടോ. പക്ഷേ എൻ്റെ തനൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ കണ്ടില്ല രാവിലെ. അപ്പോൾ ഞാൻ അവളെ ഉണർത്താതെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്കമായതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.